ഈ ഒരു വാർ എക്സസൈസ് കൊണ്ട് സ്വാഭാവികമായിട്ടും വാർ എക്സസൈസ് നമ്മുടെ ഒരു എന്താണ്, നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ ഒരു പെട്ടെന്നൊരു യുദ്ധം ഉണ്ടായാൽ നമ്മൾ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു എക്സസൈസ് നടത്തുന്നത്. പക്ഷേ ഈ എക്സസൈസിന് അതിനൊക്കെ അപ്പുറത്തേക്കൊരു മാനം ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. അതിനൊപ്പം തന്നെ പ്രതിരോധ മന്ത്രി പറഞ്ഞു, ഇനി ഒരു എന്തെങ്കിലും ഒന്നിന് ശ്രമിച്ചാൽ ഈ ജോഗ്രഫി തന്നെ മാറ്റിക്കളയും എന്നുള്ള രീതിയിലുള്ള കുറച്ചൊരു വളരെ ശക്തമായ ഒരു പ്രസ്താവനയൊക്കെ അതിൻ്റെ കൂടെ നടന്നു. അപ്പോൾ ഒരു പാകിസ്ഥാനെ ഒന്ന് പ്രകോപിപ്പിക്കലും കൂടി ഇതിൻ്റെ കൂടെ ലക്ഷ്യമുണ്ടോ? അയ്യോ, പാകിസ്ഥാനെ നമ്മൾ പ്രകോപിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു എക്സസൈസ് ഇവിടെ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഒന്ന് ഇതാക്കിയിട്ട് അവരൊരു ചെറിയൊരു അറ്റാക്കിന് ശ്രമിച്ചാൽ തീർക്കണമെന്നുള്ള ചിന്തയൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം നല്ല പേടിയുള്ള കാര്യമാണ്. കാരണം ഇതിനു മുന്നേ ഇന്ത്യ ഭരിച്ചുകൊണ്ടിരുന്ന ഭരണകൂടങ്ങളിൽ നിന്ന് ഒരു സിഗ്നലൊക്കെ ലീക്ക് ചെയ്ത് കിട്ടുമായിരുന്നു പല കാര്യങ്ങൾക്ക്. മനസ്സിലായില്ലേ? ഞാൻ പറയട്ടെ, കൊറോണ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ഒരു ദിവസം റെക്കി എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയത്. 3 മാസം കഴിഞ്ഞിട്ടാണ് ഞാനൊക്കെ വീട്ടിൽ നിന്ന് വെളിയിലിറങ്ങിയത്. അല്ല, താമസമല്ല. ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്താണെങ്കിൽ പോലും മറ്റേ ഇത് മോക്ക് ഡ്രില്ല്, നാളെ മോക്ക് ഡ്രിൽ എന്ന് പറഞ്ഞു, ഇന്ന് രാത്രി കയറി അടിച്ചു. അതെ, ഇത് പാകിസ്ഥാനും അറിയാം. അതുകൊണ്ടാണ് പാകിസ്ഥാൻ ഈ പെടപെടപ്പും അങ്കലാപ്പും. കാരണം ഓൾറെഡി ഈ വെസ്റ്റേൺ കമാൻഡിൻ്റെ ഈ ലൈൻ ഓഫ് കൺട്രോളിൽ മുഴുവൻ പട്ടാളക്കാരുണ്ട്. അതിന് പുറമെയാണ് 20,000 പട്ടാളക്കാരും പിന്നെ എയർഫോഴ്സും പിന്നെ നേവിയും ഒക്കെ കൂടെ ഈ ഏരിയയിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. മനസ്സിലായോ? ഇത് വരുന്നതൊരു ഡ്രില്ലർ എക്സസൈസിന് വേണ്ടിയിട്ടാണെന്നാണ് പറയുന്നത്. മനസ്സിലായില്ലേ? അതെ, മനസ്സിലായി. പക്ഷേ പറയാൻ കഴിയില്ല. പാകിസ്ഥാന് പേടിയാ. ചുമ്മാ ചില്ലറ അടിയൊന്നുമല്ലല്ലോ കിട്ടിയത്. അല്ല, അടിയും കിട്ടി, കണ്ണും കുത്തിപ്പൊടിച്ച് പോക്കറ്റ് തുപ്പിയും വെച്ചിട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു വിട്ടത്. ഇപ്രാവശ്യം വന്ന് എന്താവും ദൈവം തന്നെ അറിയാം. ഇപ്രാവശ്യം പോക്കറ്റ് ഉൾപ്പെടെ ഉണ്ടാവില്ല. അതുപോലെ തന്നെ വേറൊരു കാര്യം വെച്ചാൽ, ഇപ്പോൾ ബംഗ്ലാദേശുമായിട്ടുള്ള ബന്ധം, ബംഗ്ലാദേശുമായിട്ട് ബന്ധം, ഇപ്പോൾ ചിക്കൻ നെക്കുമായിട്ട് ബന്ധപ്പെട്ട് ചില ഡയലോഗുകളൊക്കെ വന്നു. എന്ത് പറയുന്നു അതിനെക്കുറിച്ച്? വൈകിട്ട് അത് ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ചടങ്ങിൽ യൂനിസ് പാകിസ്ഥാൻ ആർമിയുടെ രണ്ടാമനായിട്ടുള്ള സാഹിർ ഷംഷാദ് മിർസ അയാൾക്ക് കൊടുത്തൊരു പുസ്തകമായിരുന്നു. ഒരു പുസ്തകം, ഒരു പെയിൻറ്റിങ്ങോ അങ്ങനെ എന്തോ ആയിരുന്നു, ആർട്ട് ഓഫ് ട്രയംഫ് എന്തോ പറയുന്നത്. പക്ഷേ ഈ മനസ്സിലിരിപ്പ് ഇങ്ങനെയുള്ള സംഗതികളിലല്ലേ വെളി വരുള്ളൂ. അത് കുഴപ്പമൊന്നുമില്ല. ഇത് നമ്മൾ ഓൾറെഡി പ്രതീക്ഷിക്കുന്ന സംഗതിയാണല്ലോ. കാരണം ഇതിപ്പോൾ കുറച്ചായി. ഒന്നാമത്തെ കാര്യം, ഇനി അടുത്ത അടി ഈസ്റ്റിൽ നിന്ന് വരും, കിഴക്കുനിന്ന് വരുമെന്നായിരുന്നു മറ്റേ പാകിസ്ഥാൻകാർ പറഞ്ഞത്. അപ്പോൾ ആ കിഴക്കുന്ന ആരാ? ബംഗ്ലാദേശേ ഉള്ളൂ. അവിടെ ഒരു പ്രോക്സി ആയിട്ട്, അമേരിക്കയുടെ ഒരു പ്രോക്സി ആയിട്ട് ഇവനിവിടെ കിടപ്പുമുണ്ട്. പാകിസ്ഥാനേ അമേരിക്കയുടെ പ്രോക്സിയാണ്. അപ്പോൾ ഇനി പ്രോക്സി നമ്പർ 2 ബംഗ്ലാദേശ് അപ്പുറത്തെ സൈഡിൽ ഇരിപ്പുണ്ട്. യൂനിസിൻ്റെ ഓരോരോ ആഗ്രഹങ്ങൾ. ഇപ്പോൾ യൂനിസ് അവിടെ ലോക്കൽ പോലീസ് ഉണ്ടായിരുന്നല്ലോ, ബംഗ്ലാദേശ് പോലീസിനെ ഓൾമോസ്റ്റ് നശിപ്പിച്ചു. ആ കലാപം നടന്നപ്പോൾ തന്നെ ഉള്ള പോലീസുകാർ മുഴുവൻ തല്ലുകൊണ്ടു. ഒന്നാമത് പോലീസിൻ്റെ എണ്ണവും കുറവാണ്, ആർമിയുടെ എണ്ണവും കുറവാണ്. ഇപ്പോൾ പോലീസുകാർ ഓൾമോസ്റ്റ് നോൺ എക്സിസ്റ്റൻ്റ് ആണ്. ആ പണിയും കൂടെ ആർമിയാണ് എടുക്കുന്നത്. ഈ ആർട്ട് ഓഫ് ട്രയംഫിൻ്റെ ഈ ഒരു ഇഷ്യൂ വന്നു കഴിയുമ്പോഴത്തേക്കും ലോക്കലി യൂനിസിനോട് ആൾക്കാർ ചോദിക്കാൻ തുടങ്ങി, അതേ ഇന്ത്യ താങ്ങാനുള്ള ശേഷി ഉണ്ടോടെ എന്ന് ഓൾമോസ്റ്റ് ചോദിക്കാൻ തുടങ്ങി. ഈ കാരണം പോക്കണം കേട് കാണിക്കുന്നുണ്ട്. ഇന്ത്യയുടെ സ്വഭാവത്തിന്, മോദിയുടെ സ്വഭാവത്തിന് തിരിച്ചടി കിട്ടുകയും ചെയ്യും. അത് താങ്ങാൻ നിനക്ക് ശേഷിയുണ്ടോ എന്നുള്ളതാണ് ആ ചോദ്യം. അതവിടെ നടക്കുന്നുണ്ട്. അതായത് ഒന്ന് കാര്യമായി തന്നെ കുറച്ച് നാളുകളായിട്ട് തന്നെ ചെറിയ ചൊറി ഇങ്ങനെ, ചെറുതല്ല, അത്യാവശ്യം നല്ല ചൊറിയുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് ഇപ്പം ഇത് കാണിച്ചേക്കുന്നത് ഇന്ത്യയുടെ ടെറിട്ടറി ബംഗ്ലാദേശോട് കൂട്ടിച്ചേർക്കുന്നുള്ള രീതിയിൽ. അതായത് ആ ചിക്കൻ സിലിഗുരി കോറിഡോർ വെച്ച് അങ്ങ് വെട്ടി വെച്ച് ബാക്കി മുഴുവൻ എവരുടെയാന്ന്. ഏത്? അതെ, അങ്ങനെയാണ് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത്. അല്ല, അങ്ങനെയാണ് ഇപ്പോൾ മനസ്സിലിരിപ്പ് വെളി വന്ന് കാണിച്ചത് എന്നുള്ളതല്ല, ശരിക്കും മനസ്സിലിരിപ്പ് അങ്ങനെയാണ് വെളിയിലോട്ട് വന്നിരിക്കുന്നത്. കുഴപ്പമൊന്നുമില്ല. ഇതിന് ഹിമന്ത വിശ്വ ശർമ്മ നേരത്തെ തന്നെ ഒരു മറുപടി പറഞ്ഞിട്ടുണ്ട്. നിന്റെ തലയെ ഞങ്ങളെടുക്കും, മറ്റേ ഇപ്പോഴത്തെ ചിറ്റഗോങ്ങും ഞങ്ങളെടുക്കും, പിന്നെ മിച്ചമുള്ളത് നീ അങ്ങ് വെച്ചു, അത് നമുക്ക് വേണ്ട. കാരണം ചിറ്റഗോങ്ങാണ് ഇവരുടെ ഒരു വാണിജ്യ തലസ്ഥാനം. ആ സാധനം ഉള്ള ഭാഗം അവിടെ ഒരു നെക്കുണ്ട്, അതും അങ്ങ് മുറിച്ച്, ഈ തല അങ്ങ് മുറിച്ച് നമുക്ക് പിന്നെ നല്ല കൃത്യമായ റോഡുമായി ഒരു പുതിയ പോർട്ടുമായി. ഇപ്പുറത്ത് കൽക്കട്ട പോർട്ടുണ്ട്, അതിൻ്റെ തൊട്ടപ്പുറത്ത് ചിറ്റഗോങ് പോർട്ടുണ്ട്, ചിത്തോഗ്രാം അങ്ങനെ കണ്ട ഇപ്പോൾ അതിൻ്റെ പേര്. ആ പോർട്ടുണ്ട്, നല്ലൊരു പോർട്ടാണ്. തൊട്ടപ്പുറത്ത് മ്യാൻമാർ,
കോറിഡോർ. ചൈനയുടെ പോർട്ടിന്റെ എന്തായിരുന്നു നമ്മൾ പണ്ട് പറഞ്ഞാലോ, ക്യാഫു ഒരു പോർട്ട് ഉണ്ടായിരുന്നല്ലോ. ആ പോർട്ടിന്റെ തൊട്ടപ്പുറത്ത് നമുക്ക് സ്ട്രിങ് ഓഫ് പേൾസിന്റെ ആ ഒരു ഇത് വെച്ച് പറഞ്ഞാൽ തൊട്ടപ്പുറത്ത് നമുക്കൊരു പോർട്ടായി. കുഴപ്പമൊന്നുമില്ലാത്ത പരിപാടിയാണ്.